ഉണ്ടാക്കിടാ? ഇല്ല മോളെ, നീ കഴിക്ക്. അമ്മ നിനക്ക് ഒരു ദോശ കൂടി കൊണ്ടുവരട്ടെ. കഴിക്ക്. മോളെ കഴിക്ക്. എന്നോട് സംസാരിച്ചത്ര മതി. എന്റെ മോളോട് സംസാരിച്ച് അവളെ കൂടെ നശിപ്പിക്കണ്ട. ഇവിടുന്ന് ഇറങ്ങിക്കോ. പ്രിയ, പ്രിയ, വിജി വാ. നിനക്ക് എന്തിനാ ഈ വേണ്ടാത്ത പണി? ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് നിന്നോട് എന്റെ കഷ്ടങ്ങൾ ഷെയർ ചെയ്താ നീ അതൊക്കെ പോയി എന്റെ അമ്മോട് പറഞ്ഞിരിക്ക. അവരെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയോ? എന്തിനാ ഇങ്ങനെ എല്ലാരും കൂടി എന്നെ ടോർച്ചർ ചെയ്യുന്ന? അയ്യോ, അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ദേഷ്യപ്പെടല്ലേ. ദേഷ്യപ്പെടാതെ പിന്നെ എന്ത് ചെയ്യാനാ? നീ ഒരു ഫ്രണ്ട് ആണെന്ന് വിശ്വസിച്ചല്ലേ എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഷെയർ ചെയ്തത്. എന്തിനാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? നീ പറയുന്നതല്ല ശരിയാണ്. എന്നാ നിന്റെ കഷ്ടങ്ങളൊക്കെ അടുത്തിരുന്ന് ദിവസവും ഞാൻ കാണുന്നതല്ലേ. നീ ഒറ്റയ്ക്ക് എത്രയാണെന്ന് വെച്ചാ കഷ്ടപ്പെടുന്നേ. അതുകൊണ്ട് നിന്റെ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിന്റെ അമ്മയോട് ഞാൻ തുറന്നു പറഞ്ഞത്. അങ്ങനെയെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതി. എന്റെ ഒരു ആഗ്രഹമായിരുന്നു വിജി. അതില് വേറൊന്നും നീ കാണണ്ട. എനിക്ക് മറ്റൊരു ജീവിതം വേണമെന്ന് നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ പറഞ്ഞോ? നിന്നോടാ ഞാൻ സംസാരിക്കുന്നേ പ്രിയ. ഉത്തരം പറ. എനിക്കൊരു തുണയില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാക്കിയതാന്ന് നിങ്ങളോട് എല്ലാരോടും വന്ന് ഞാൻ പറയുന്നുണ്ടോ? അതോ യാചിക്കുന്നുണ്ടോ? ഞാൻ എന്റെ മോള് നിലയുടെ കൂടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം. എനിക്ക് ഈ സന്തോഷവും സമാധാനവും അവസാനം വരെ ഉണ്ടായാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് അമ്മയുടെ ശല്യം. അവരെ ഞാനിതിൽ ഇടപെടുത്താനേ പാടില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോ നീ എന്തിനാ ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവരെനിക്ക് നല്ലത് ചെയ്യാണെന്ന് വിചാരിച്ച് എന്തൊക്കെയാ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഏതൊരമ്മയും സ്വന്തം മകൾക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യില്ല വിജി. ഈ ഡയലോഗൊക്കെ വളരെ നല്ലതാ. പക്ഷെ എനിക്കിത് സെറ്റ് ആവുന്നില്ല. വേണ്ട പ്രിയ, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. എനിക്കിനി ഒരു ജീവിതം, ഒരു തുണ, ഇതൊന്നും ആലോചിക്കാൻ പോലും വയ്യ. ഇവിടെ നോക്ക്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു സ്വപ്നം, ഒരേ ഒരു ആഗ്രഹം, എല്ലാം എന്റെ മോളെ നില നല്ല നിലയിൽ വരണം. അത് മാത്രമാ. അവളെ നല്ല നിലയിൽ എത്തിക്കണം. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, ഒരു പെണ്ണായി നിന്നുകൊണ്ട്, ഒരു പെൺകുട്ടിയെ ഇത്രത്തോളം നന്നായി വളർത്തിയിട്ടുണ്ട്, ഇത്ര ഉയർന്ന പദവിയിൽ എത്തിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു നല്ല പേര് ഞാൻ എടുക്കണം. അത് വെറും പേരിന് വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല. എന്നെ വിഷമിപ്പിച്ച, എന്നെ അപമാനിച്ച, ഒരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ, എന്നെ മൊത്തത്തിൽ തകർത്തു കളഞ്ഞ ഈ വൃത്തികെട്ട സമൂഹത്തിന് മുന്നില് എന്റെ മോളെ വിജയിപ്പിക്കുന്നത് എന്റെ വിജയം മാത്രമല്ല, എന്നെ പോലുള്ള ഒരുപാട് പേരുടെ വിജയം. ഈശ്വരൻ എനിക്ക് നിലയെ പോലെ നല്ലൊരു മകളെ അതിനു വേണ്ടിയാ തന്നെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ആവശ്യമില്ലാതെ മറ്റൊരു ജീവിതം, തുണ, ഒറ്റയ്ക്ക് ജീവിച്ച് കഷ്ടപ്പെടുന്നു, ഇത്തരത്തിലുള്ള സിമ്പതി ഒന്നും എന്റെ അടുത്ത് കൊണ്ടുവരണ്ട. എന്നെ നിങ്ങളെപ്പോലെ ഒരു സാധാരണ പെണ്ണായിട്ട് എല്ലാരും കാണും. എന്നോടാരും സഹതാപം കാണിക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടിയാ പറയുന്നേ പ്രിയ. വിജി, നീ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാ. അത് ഞാൻ തെറ്റാണെന്നൊന്നും പറയുന്നില്ല. എന്നാ നീ നല്ലൊരു കുടുംബജീവിതം നയിക്കേണ്ടവളല്ലേ. ഈ സമൂഹം വളരെ മോശമാണ് വിജി. ഒരു കൊച്ചുകുട്ടിയായിട്ട്, അതൊരു പെൺകുട്ടിയായിട്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കല്ലേ. നിനക്ക് നിന്റേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും. എന്നാ ഒരു നല്ല ജീവിതം അങ്ങനെയല്ല വിജി. തീർച്ചയായിട്ടും നിനക്കൊരു തുണ വേണം വിജി. നിന്റെ അമ്മ പറയുന്ന പോലെ നിന്റെ മോൾക്ക് അമ്മയായിട്ട് നീയുണ്ട്. എന്നാ നിനക്കായിട്ട് ആരാ ഉള്ളത്? വീട്ടിൽ വരുന്ന അമ്മയെ നീ ഓടിച്ചു വിടുക. വേറൊരു കല്യാണവും കഴിക്കില്ല. എന്താ ഞാൻ പറയാ? അതുകൊണ്ടാണ് നിന്റെ അമ്മയോട് എല്ലാം തുറന്നു പറയേണ്ടി വന്നത്. എന്റെ പ്രിയ, നീ എന്റെ അമ്മ